ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടല്ലേ, ഇന്ന് ഒരു 4ാമത്തെ ദിവസമായി. അപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ, ചെറിയ മടിയൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനും അപ്ലോഡാക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നിനും പറ്റത്തില്ല. അപ്പോൾ 3-4 ദിവസം എനിക്ക് മടി പിടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത് അന്ന് ഇടയ്ക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് അപ്ലോഡ് ആക്കാനായിട്ട് പറ്റിയില്ല. ഇന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇന്നാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ രാവിലെ കലമൊക്കെ കഴുകി അരിയിടാൻ വേണ്ടിയിട്ട് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കലവും വെള്ളവും കൂടെ അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അനിയത്തിയാട്ടാ ചെയ്തത്. അപ്പോൾ ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. രാവിലത്തെ ഒരുവിധം ജോലി ഒതുക്കിയിട്ട് വേണം. അപ്പോൾ വേറെ ഒന്നും അല്ല കേട്ടോ, വാപ്പാക്ക് മരുന്നെടുക്കുക, ഇൻസുലിൻ മേടിക്കാനുള്ള ടൈമൊക്കെ ആയി. അപ്പം ഇന്നാണ് പോകേണ്ടത്. രാവിലെ ഒരു 6:30 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ ദേ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി വന്നതാണ്. കുറച്ച് കാരക്കൊക്കെ പഴുത്ത് കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ പറക്കി കഴിച്ചുകൊണ്ടുകൂടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം പാത്തോടെ എണീച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, മുറ്റത്തോട്ട് ഇറങ്ങി വന്നതാണ്. ഒന്ന് മുറ്റം അടിക്കണം. പിന്നെ ഇനിയിപ്പോൾ തീയൊക്കെ അടുപ്പിൽ പിടിപ്പിക്കാൻ കുറച്ച് വിറകേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഉച്ചക്കലത്തേക്കൊക്കെ വിറക് വേണമല്ലോ. ചെറിയ മഴക്കോളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ കുറച്ച് വിറകെല്ലാം പറക്കി, ചുള്ളി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒടിച്ച് പറക്കി അടുക്കളയിൽ കൊണ്ട് വെക്കണം. പിന്നെ ഈ മുറ്റമൊക്കെ ഒന്ന് അടിക്കണം. അതാണ് രാവിലത്തേക്ക് ഒരുവിധം ചിന്ന ചിന്ന ജോലികൾ. പിന്നെ കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് കയറി പെട്ടെന്ന് അതൊക്കെ റെഡി ആവുമല്ലോ പെട്ടെന്ന് തന്നെ. അങ്ങനെ ഞാൻ വന്നിട്ട് കുറച്ച് ചുള്ളികളൊക്കെ ഒടിച്ച് പറക്കി എടുക്കുകയാണ് കേട്ടോ. നല്ല കോളും ഉണ്ട്, എന്നാൽ നല്ല ചൂടും ഉണ്ട്. പക്ഷേ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ഈ ആദ്യം വീഡിയോയിൽ കാണിച്ചത് 2 ദിവസം മുന്നേ പെയ്തിട്ടുള്ള മഴയായിരുന്നേ. ഒരു രസം, മഴ ചുമ്മാ ഒന്ന് കാണാൻ ഒരു രസം, ഒരു ആശ്വാസം, അത്രയേ ഉള്ളൂ. പിന്നെ എന്താ, ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം. ഒരാൾ നെഗറ്റീവ് പറയാനാണെങ്കിൽ 1000 പേര് സപ്പോർട്ടിനുണ്ടല്ലോ. അൽഹംദുലില്ലാ, അത് തന്നെ നല്ല കാര്യം. എല്ലാ കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട്. എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എൻ്റെ വീഡിയോയും അതുപോലെ എൻ്റെ വീടും ഒക്കെ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആളുകളാണ് കമൻറ്റ് ചെയ്തത്. അവരെ നമ്മൾ അപ്പോൾ തന്നെ ബ്ലോക്ക് ആക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ നെഗറ്റീവ് കമൻറ്റ് വന്നതുകൊണ്ടാണോ ഷംന വീഡിയോ നിർത്തിയത്, വീഡിയോ ഇടാതിരിക്കുന്നതെന്നൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു. ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും, നമ്മൾ ഒരു ലക്ഷ്യം വെച്ച് തുടങ്ങിയ ചാനലാണ്. നമ്മൾ അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ കൊണ്ട് എത്തിച്ചത് തന്നെ എന്തോരം പാടുപെട്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തളർത്താൻ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ അതിലൊന്നും തളർന്നൊന്നും പോകത്തില്ല കേട്ടോ. ഇത് ശരിക്കും മടിയൊക്കെ വന്നിട്ട് പിന്നെ വീഡിയോ 2 ദിവസത്തേക്ക് ഇടണ്ടെന്നൊക്കെ അങ്ങ് വെച്ചതാണ്. അങ്ങ് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതേ ഞാനാണെങ്കിലും മുറ്റം അടിക്കാനായിട്ട് പോവാം. ഇതൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള കൊച്ചുങ്ങളാണ് കേട്ടോ. അവിടെ കാരക്കൊക്കെ പഴുത്ത് വീഴുന്നതുകൊണ്ട് അത് പറക്കാൻ വന്നതാണ്. അപ്പോൾ ദേ ഞാൻ എൻ്റെ ജോലിയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ നമ്മുടെ കറിവേപ്പിലേക്ക് നല്ലതുപോലെ ആയില്ലേ. ഞാൻ ഈ തൂക്കുന്ന ചവറെല്ലാം ഇതിൻ്റെ മൂട്ടിലോട്ട് അങ്ങ് കയറ്റി കൊടുക്കും കേട്ടോ. അപ്പം മൂട്ടിലും തണലാവും. അപ്പോൾ അത് തഴച്ച് വളരുകയും ചെയ്യും. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചാലും ഈ ചവറൊക്കെ ഇങ്ങനെ കൂട്ടുന്നത് കൊണ്ട് തന്നെ നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് ദേ ഇവിടെ കൊണ്ടുവന്നങ്ങ് തീ ഇടുകയും ചെയ്ത്. ഇനി കുറച്ചും കൂടി മുറ്റം അടിക്കാനുണ്ട്. അപ്പോഴത്തേക്ക് എന്തായാലും പാത്തുമൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. പാത്തു പല്ലൊക്കെ തേച്ച് ചായയൊക്കെ രാവിലെ കട്ടൻ ചായ ഇട്ട് കൊടുത്തു. അതൊക്കെ കുടിച്ചതിന് ശേഷം നിൽക്കുകയാണ്. ഇനിയിപ്പം ഞാൻ കയറിപ്പോയിട്ട് ഇനി ദോശയ്ക്ക് കറിയും ഒക്കെയാണ്. ദോശയാട്ടോ നമുക്ക് കഴിക്കാൻ രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങ് അകത്തോട്ട് കയറി വരികയും ചെയ്തിട്ടുണ്ട്. ഇന്ന് മദ്രസയുണ്ട്. പക്ഷേ രാവിലെ ഞാൻ ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാം. അപ്പോൾ അവൾ എൻ്റെ കൂടെ വരുവാന്ന് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊണ്ടുപോകാം. 9 മണിക്ക് മുന്നേ വരുന്നെങ്കിൽ ദർസി വിടാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മുടങ്ങും. അപ്പോൾ ദേ ഞാനാണെങ്കിൽ ചട്നി ഉണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ. കുറച്ച് ഉള്ളി, സവാള ഉണ്ടല്ലോ, കൊച്ചുള്ളി വേണമെങ്കിൽ കൊച്ചുള്ളി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. സവാളയും കരിയേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടെയൊക്കെ ഒന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഒന്ന് വാടി വരുമ്പം വറ്റൽമുളകോ ഇല്ലെങ്കിൽ കറിവേപ്പില. വറ്റൽമുളക് ഇടുന്നെങ്കിൽ നമ്മൾ വെളുത്തുള്ളി വാട്ടാനിട്ടില്ലേ, ആ ടൈമിൽ തന്നെ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ വറ്റൽമുളകല്ല, നല്ല എരിവുള്ള വറ്റൽമുളകായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ചിലപ്പോൾ 1-2 മുളക് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എരിവ് കൂടിക്കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ഈ ശകലം മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയൊക്കെ ഇടാം കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ. ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ ഞാൻ ഇന്നിപ്പം കുറച്ച് നീട്ടി അങ്ങ് വെച്ചതാണ് ചാറ്. കാരണം അത് ഇച്ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വാടി വന്നപ്പോഴത്തേക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ ഭരണിയിൽ കൈ തപ്പിയപ്പോഴാണ് ഉപ്പ് അതിനകത്തില്ല. അതുകൊണ്ട് ഞാൻ ഉപ്പൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തു.
ഇതേ ഇവിടെ ദോശയൊക്കെ ഉണ്ടാക്കി കറിയും ഉണ്ടാക്കിയതിന് ശേഷം ഞാനും പാത്തും കൂടെ എനിക്കും പാത്തുനും കൂടെ ഒരുമിച്ചെടുത്തിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കൊച്ചിനെ അവൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഒരുങ്ങിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എനിക്കിപ്പം അങ്ങനെയുള്ള വീഡിയോ എടുക്കാനും ഇപ്പം മടിയാണ്. മുന്നേ കല്യാണത്തിന് പോയി നിങ്ങൾ കല്യാണം കാണിച്ച് ഞങ്ങളെ ബോറടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ഇനി ഹോസ്പിറ്റലിൽ പോകുന്ന കാണിച്ച് ഞങ്ങളെ ബോറടിപ്പിക്കുന്നു എന്നുള്ളൊരു കമൻറ്റ് വരണ്ട. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ചുമ്മാ ഒരു രസം ഇങ്ങനെയൊന്ന് വീഡിയോ എടുത്തു. അപ്പോൾ അവളിങ്ങനെ വരാതെ നിൽക്കുന്ന മറ്റൊന്നുമല്ല കേട്ടോ. ഓട്ടോ വിളി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് മെയിൻ റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നല്ല തേരിയാണ്, അങ്ങോട്ട് ഇറങ്ങാൻ കുഴപ്പമില്ല, കയറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് പാട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ നടന്നു പോയി തിരിച്ച് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലായി, മഴക്കോൾ അങ്ങോട്ട് മാറിയിട്ട് വെയിൽ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പുതിയ കൂട്ടുകാർക്കും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പഴയ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എന്നെ ഒരുപാട് പേര് അതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 നെഗറ്റീവ് കമൻസും വളരെ മോശമായ കമൻസും വന്നിട്ടുണ്ട്. ഞാനതങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അതിനെപ്പറ്റി നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാനും പാത്തും കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോയി നേരത്തെ മരുന്നൊക്കെ വാങ്ങിച്ചിട്ടങ്ങ് വന്നു കേട്ടോ. എന്തായാലും മദ്രസയിൽ പോകാനുള്ള ടൈമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് പോയിട്ടില്ല ആൾ. അങ്ങനെ അവിടെ ഇരുന്ന് എന്തൊക്കെ എഴുതുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഞാൻ വന്നിട്ട് കുറച്ച് മുരിങ്ങയില പൊട്ടിക്കാനായിട്ട് ഇറങ്ങി വന്നതാണ്. അങ്ങനെ കുറച്ച് മുരിങ്ങയിലയൊക്കെ ഇട്ട് തോരൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ പോയിട്ട് വരുന്ന ടൈം ആയപ്പോഴത്തേക്കും ടാങ്കിൽ അനിയത്തി വെള്ളമൊക്കെ പിടിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് പൈപ്പ് ലൈനിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ പിടിക്കാനായിട്ടൊക്കെ എടുത്തു വെച്ചു. ഉള്ളതിലൊന്നും കിട്ടിയതൊന്നുമില്ല, കാരണം കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കിട്ടിയതിലൊക്കെ നമ്മൾ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. പക്ഷേ മുരിങ്ങയിലയ്ക്ക് ഞാൻ നോക്കിയാണോ പറിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ വലിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും വെള്ളപ്പുഴുക്കളുണ്ടായിരുന്നു. മിക്കതിലും വെള്ളപ്പുഴുക്കളുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയൊക്കെ പറക്കിയെടുത്തിട്ട് നല്ലത് നോക്കിയിട്ട് 5-6 കതുപ്പ് എടുത്തിട്ടുണ്ട്. ബാക്കി ഞാനെടുത്തങ്ങ് കളഞ്ഞു കേട്ടോ. കാരണം പുഴുക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ നല്ല ഇലയായിരുന്നു കേട്ടോ. നല്ല കണ്ടാൽ തന്നെ നല്ല ഇലയായിരുന്നു. പക്ഷേ ചെറിയ പുഴുക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതങ്ങ് കുറച്ചെടുത്തിട്ട് ബാക്കി അങ്ങ് കളഞ്ഞു. കുറച്ച് മാത്രമേ നമുക്ക് കിട്ടിയതുള്ളൂ കേട്ടോ. എന്തായാലും ഒരു ഉച്ചക്കരത്തേക്ക് ഒരു തോരന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ അങ്ങ് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഇച്ചിരി ഉപ്പും ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ ഒന്ന് മൊരിച്ചിങ്ങ് എടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും മെഴുക്കുവരട്ടി എല്ലാ പ്രാവശ്യം പോലെ തന്നെ ഞാൻ തോരൻ വെക്കാൻ എടുത്തതാണ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി, കുറച്ച് വെള്ളം കൂടിപ്പോയി. അതുകൊണ്ട് ആ വെള്ളം വറ്റി വരാൻ വേണ്ടിയിട്ട് അത്രയും ടൈം എടുക്കുമ്പോഴത്തേക്കും മീൻ അങ്ങ് ഉടഞ്ഞ് പന്നലായി പോകത്തില്ലേ. അതുകൊണ്ട് ഞാനൊരു കറുപ്പരുവം ആണോ ഒരു തോരനാണോ അവിയലാണോ മൊത്തത്തിൽ എനിക്കറിയാൻ വയ്യാത്തൊരു പരുവത്തിലങ്ങ് മാറ്റി ഞാൻ. ഒരുപാട് കുഞ്ഞു മീനല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞ് പന്നലായി പോവും. ഞാനതുകൊണ്ടങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഒഴിച്ചുകറിക്ക് വേണ്ടിയിട്ട് ഒരു രസമാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ച് ഒന്ന് കടുക് താളിച്ചതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇടാൻ മറന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, പച്ചമുളകും കൂടെയൊക്കെ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി എരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം കുറച്ച് കുരുമുളക് പൊടിയാണ് കുറച്ച് കൂടുതൽ നമ്മൾ രസത്തിന് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി, ഒരു ഇച്ചിരി ലേശം കളറിന് വേണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് മൂത്തതിന് ശേഷം ഞാൻ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം കൂടെയൊക്കെ കൂട്ടി അങ്ങനെ രസവും റെഡിയായി. അതുപോലെ നമ്മുടെ ചീരത്തോരനും റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ബൈ.